അപ്പോൾ ഇതുപോലെ പാർസലുകൾ അയക്കുന്ന ഒരുപാട് ഓൺലൈൻ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്കെല്ലാം കൂടെ കൂട്ടി പൊതുസമൂഹത്തിനൊരു ബോധ്യം കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഞാനിത് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഓൺലൈൻ വഴി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അത് വിത്ത് എവിഡൻസ്, തെളിവുകളോടുകൂടിയാണ്. അവിടെ ഇത്രയും വലിയ കൊള്ളയാണ് നടക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് ഒന്ന് വയ്ക്കുന്നത്. പിന്നെ നിങ്ങൾ തീരുമാനിക്കും. ചോദിക്കാനും പറയാൻ ആളുണ്ട്. മറ്റെന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആരോട് ചോദിക്കാൻ? ഇപ്പോഴറിയാമല്ലോ, ഒത്തിരി പുതിയ കാലഘട്ടം വന്നപ്പോഴത്തേന് ഇമെയിലായിട്ടും മൊബൈലായിട്ടും ഒക്കെ പോയതുകൂടി കത്തയക്കുന്ന പ്രവണത ആളുകളുടെ കുറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഒരുപാട് പാവപ്പെട്ട പോസ്റ്റ്മാൻമാരുണ്ട്. ഇവർക്കൊക്കെ ഇന്ന് ഒരു നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് ഒരു വന്നിരിക്കുന്ന സാഹചര്യം എനിക്ക് തോന്നുന്നു. ഇതൊക്കെ ശരിക്കും ഈ മേഖലയിൽ ചൂഷണം നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ശരിയാണ് സാർ, ഇത് കണക്കുകളാണ് അല്ലേ? സാറിന്റെ തെളിവുകളാണ്. അതെ, സാറിന്റെ അനുഭവം ഒന്ന് പറയാമോ? അതായത് ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്താണ് ഇപ്പം നമ്മൾ ഏലക്കായുടെ ഇത് ഓൺലൈനിൽ കൊടുക്കാൻ തുടങ്ങി. നമ്മൾ ഓർഗാനിക് ഏലക്ക, ഞെള്ളാനി കാടമം എന്ന് പറയുന്ന നമ്മുടെ ഏലക്കായ ഓൺലൈനിൽ കൊടുക്കാൻ തുടങ്ങിയ ഒരു സാഹചര്യം. ഓൺലൈൻ വഴി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അത് വിത്ത് എവിഡൻസ്, തെളിവുകളോടുകൂടിയാണ്. ഇത് DTDC കൊറിയർ സർവീസിൽ ഞാനൊരു 300 ഗ്രാം ഏലക്ക മലപ്പുറത്തേക്ക് അയച്ചതിൻ്റെ റെസീറ്റാണിത്. അതിൽ 80 രൂപയാണ് അവർ ഈടാക്കിയിരിക്കുന്നത്. 80 രൂപ. സെയിം ഡേറ്റിൽ തന്നെ ഞാൻ ബാക്കിയുള്ളത് കുറച്ചുകൊണ്ട് നമ്മുടെ കട്ടപ്പന പോസ്റ്റ് ഓഫീസിൽ നമ്മുടെ പാഴ്സൽ സർവീസ് കൊടുത്തു. എത്ര കിലോ അയച്ചത്? അത് അവിടെ ചെന്ന് ഞാൻ 1/2 കിലോയോ 1 കിലോയോ 2 കിലോ എല്ലാം അയച്ചു. അതിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അതിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതിലൂടെയാണ് ഞാൻ അങ്ങോട്ട് പോയത്. പോസ്റ്റ് ഓഫീസിൽ? അതെ, എനിക്കറിയില്ലായിരുന്നു പോസ്റ്റ് ഓഫീസിൽ ഇങ്ങനെ ഒരു കൊറിയർ സർവീസ്, ഇങ്ങനെ പാഴ്സൽ സർവീസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അത്ര വലിയ ബോധ്യമല്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഇത്രമാത്രം ഫ്ലെക്സിബിളായിട്ടും ചെറിയ റേറ്റിലും പോകുന്നുള്ള കാര്യം എനിക്ക് അന്നേരം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, സാറേ എന്തിനാ ഈ 80 രൂപയ്ക്ക് ഇവിടെ ഇങ്ങനെ ഈ ഓരോ വലിയ റേറ്റിൽ അയക്കുന്നത്? നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോസ്റ്റ് ഓഫീസ് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ 1/3 പോലും റേറ്റ് ഇല്ലല്ലോ എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞനുസരിച്ച് ഞാൻ കട്ടപ്പന പോസ്റ്റ് ഓഫീസിലെത്തുകയും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പാഴ്സലുകൾ അയച്ചു. ഇത് കണ്ടില്ലേ, റെസീറ്റുകളാണ് കാണുന്നത് മുഴുവനും. ഇത് മുഴുവൻ ഇന്ന് അയക്കാൻ വെച്ചിരിക്കുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇന്നെല്ലാം ഇന്ന് അയക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ പാഴ്സലുകൾ അയക്കുന്ന ഒരുപാട് ഓൺലൈൻ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്കെല്ലാം കൂടെ കൂട്ടി പൊതുസമൂഹത്തിനൊരു ബോധ്യം കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഞാനിത് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അപ്പം ഞാൻ ഈ 80 രൂപയ്ക്ക് അവിടെ അടച്ച സാധനം നേരെ പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 42 രൂപയുള്ള 1/2 കിലോ വരെയുള്ള പാഴ്സൽ അയക്കണം. ചാർജ് പകുതിയേ വരുന്നുള്ളൂ. 42 രൂപയ്ക്ക് നമുക്ക് 1/2 കിലോ വരെയുള്ള, ഞാൻ എൻ്റെ ചാർട്ട് നിങ്ങൾക്ക് തരാം, ഞാൻ അവരോട് ചോദിച്ച് ചാർട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ 1/2 കിലോ വരെയുള്ള നമ്മുടെ സാധനങ്ങൾ കൊറിയറായിട്ട് അയക്കുന്നതിന്, പാഴ്സലായിട്ട് അയക്കുന്നതിന് അവർ ഈടാക്കുന്നത് 42 രൂപയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അതിന് മേളിലേക്ക് വരുന്ന ഓരോ 1/2 കിലോയ്ക്കും 20 രൂപ വെച്ചുള്ള വർധനമാണ്. ഇവിടെ 80 രൂപയാണ് മിനിമം വാങ്ങുന്നത്. 80 രൂപയ്ക്ക് ശേഷം പിന്നീട് 60 രൂപ വെച്ചിട്ടാണ് ഓരോ കിലോയിലും വർധന ഉണ്ടായിരിക്കുന്നത്. ചുരുക്കത്തിൽ നമ്മൾ ഇന്ത്യ ഒട്ടാകെ പോകുന്നതിനുള്ള റേറ്റ് ഇത് വാങ്ങുമ്പോൾ നമ്മൾ DTDC വാങ്ങുന്നത്, അല്ല DTDC പോലുള്ള കൊറിയർ സർവീസ് മുഴുവനും സർവീസുകൾ അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാനിത് DTDCയിലാണ് കൊടുത്തത്. ഒരുപാട് പേര് ആശ്രയിക്കുന്ന മേഖലയാണ് DTDC എന്നാണ് എനിക്ക് മനസ്സിലായത്. അവിടെ ഇത്രയും വലിയ കൊള്ളയാണ് നടക്കുന്നത്. ഇതിനെതിരെ എന്നുള്ളതല്ല, ജനങ്ങളിലേക്ക് ബോധ്യം എത്തണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ നമുക്ക് ഒരുപാട് സുരക്ഷിതത്വമില്ല പോസ്റ്റ് ഓഫീസ്. തീർച്ചയായിട്ടും. കാരണം സുരക്ഷിതത്വം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ അവരൊരു ബാർകോഡ് ഇതിൽ ചെയ്യുന്നുണ്ട്. ആ ബാർകോഡ് കമ്പ്യൂട്ടറിലേക്ക് എൻട്രി ചെയ്യുന്നുണ്ട്. എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അന്നേരം അതിനെ ട്രാക്ക് ചെയ്യാം. ഒന്ന്. രണ്ടാമത്, ഇപ്പോഴറിയാമല്ലോ, ഒത്തിരി പുതിയ കാലഘട്ടം വന്നപ്പോഴത്തേന് ഇമെയിലായിട്ടും മൊബൈലായിട്ടും ഒക്കെ പോയതുകൂടി കത്തയക്കുന്ന പ്രവണത ആളുകളുടെ കുറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഒരുപാട് പാവപ്പെട്ട പോസ്റ്റ്മാൻമാരുണ്ട്. ഇവർക്കൊക്കെ ഇന്ന് തൊഴിൽ നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് പോലും വന്നിരിക്കുന്ന സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവർക്കും ഇതൊരു വലിയ ഊർജ്ജമാണ്. തന്നെയല്ല, ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാനിപ്പോൾ ഒരു 3-4 തവണ ഇതിൻ്റെ എൻ്റെ റെസിറ്റുകൾ അതിൻ്റെയാണ്, ഞാൻ അവിടുന്ന് അയച്ചു. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ സാധനം മെറ്റീരിയൽ അവിടെ എത്തുന്നുണ്ട്. ഈ പ്രൈവറ്റ് കൊറിയർ കൊടുക്കുന്നതിനേക്കാളും സ്പീഡിൽ
പൈസ കുറവിൽ അവിടെ എത്തുന്നുണ്ട്. അത് ഓൾ ഇന്ത്യ ലെവൽ. ഞാൻ ഡൽഹിക്ക് അയച്ചു, ബോംബെക്ക് അയച്ചു, അതുപോലെ തന്നെ ബാംഗ്ലൂർ, ചെന്നൈക്കൊക്കെ അയച്ചു കൊടുത്തു നോക്കി. അവിടെ എല്ലാം വളരെ സ്പീഡിൽ സാധനം എത്തുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ കൊറോണ കാലത്തിന് ശേഷം നമ്മളെല്ലാവരും എന്തെങ്കിലും ഈ തരത്തിലുള്ള ഓൺലൈൻ ബിസിനസ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൊറിയർ അല്ലെങ്കിൽ പാഴ്സലുകൾ അയക്കുന്നവരാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു പൊതുവായ സ്ഥാപനം കൂടിയാണ്. അതിനെല്ലാം നിലനിർത്താൻ നമുക്കറിയുന്ന ഓരോന്ന് അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്ന കാലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് സർക്കാരിൻ്റെ ഒരു സ്ഥാപനം എന്ന നിലയിൽ നല്ലൊരു സർവീസാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഈ കട്ടപ്പന പോസ്റ്റ് ഓഫീസിലെ ഹെഡ് പോസ്റ്റ് ഓഫീസറായിട്ടുള്ള ആളുകളൊക്കെ വളരെ നല്ല സമീപനമായിരുന്നു എൻ്റെ അടുത്ത്. കാരണം ഇതിൻ്റെ ഡീറ്റെയിലിൽ എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അദ്ദേഹത്തോടൊക്കെ പ്രത്യേകം ഞാൻ നന്ദി പറയുകയും കൂടി ചെയ്യുന്നുണ്ട്. കാരണം എപ്പോഴും പബ്ലിക്കുമായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷം നമുക്കറിയാം അല്ലേ. വളരെ റഫായിരിക്കും അവർ. ഇതൊന്നുമല്ല, വളരെ നൈസായിട്ട് അദ്ദേഹം ഗിന്നസ് മാടസ്വാമി അദ്ദേഹമൊക്കെ നല്ല പെരുമാറ്റ രീതിയാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത്, അവരെ ആശ്രയിക്കണം. മുഴുവൻ ആളുകളും, ഇനിയുള്ള ആളുകൾ, ഇനി ഇതറിയാത്ത ആളുകൾ അറിയുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. സർക്കാർ സ്ഥാപനം എന്ന നിലയിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ ആശ്രയിക്കാം. തീർച്ചയായിട്ടും മുഴുവൻ ആളുകളും ഇനി പോസ്റ്റ് ഓഫീസുകളെ ആശ്രയിക്കുക. നമുക്ക് ആയിരക്കണക്കിന് രൂപ ലാഭിക്കാം. ഇപ്പം ഇത്രയും പാഴ്സൽ പോകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, എത്ര 1000 രൂപയുടെ വ്യത്യാസം ഉണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. ശരിയാണ്. ആയിരക്കണക്കിന് രൂപയുടെ ലാഭം നമുക്ക് കൊറിയർകാർക്ക് സാറിന് മാത്രം അയക്കുന്ന ആളിന് മാത്രമല്ല, കിട്ടുന്ന കസ്റ്റമറിനും അത്രയും പ്രൈസ് കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നു. പ്രൈസിൽ നല്ല വ്യത്യാസം വരുത്തുന്നു. പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ അയക്കുന്ന വഴി നമുക്ക് ഇനി അഥവാ നമുക്ക് എവിടെയെങ്കിലും, നമുക്ക് എല്ലാവരും പൂർണ്ണരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എവിടെയെങ്കിലും നമുക്കൊരു ചെറിയ ഫാൾട്ട് ഉണ്ടായി, ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തൊരു ഫാൾട്ട് ഉണ്ടായാൽ സംവിധാനമുണ്ട് ഇവിടെ. അതായത് ജില്ലാ ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്യാം. അവരുടെ സൂപ്രണ്ട് ഓഫീസുണ്ട്, ജില്ലാ സൂപ്രണ്ട് ഓഫീസുണ്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ. അതുപോലെ തന്നെ പോസ്റ്റ് മാസ്റ്റർ ജനറൽ തിരുവനന്തപുരത്തുണ്ട്. ഇവരുടെ എല്ലാം അഡ്രസ്സ് അല്ലെങ്കിൽ ഇവരുടെ എല്ലാം കംപ്ലൈന്റ് സെല്ല് പ്രത്യേകിച്ചുണ്ട്. ഇതിലേക്ക് നമുക്ക് വെറുതെ നമ്മുടെ മൊബൈലിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൽ ഗൂഗിളൊന്ന് അടിച്ചു നോക്കിയാൽ മതി. അടിച്ചു നോക്കിയാൽ അന്നേരം കിട്ടും. അവരിലേക്ക് കംപ്ലൈന്റ് അയച്ചു കഴിഞ്ഞാൽ ഒരു ദിവസമല്ല 2 ദിവസമല്ല മാക്സിമം ഒരാഴ്ചക്കുള്ളിൽ അതിന് പരിഹാരം ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ചോദിക്കാനും പറയാനൊരു അതോറിറ്റിയും കൂടിയാണ് ഈ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും എനിക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ഗവൺമെൻറ് തരുന്ന സേവനങ്ങൾ അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഇപ്പം നമ്മൾ പറഞ്ഞാൽ നേരെ പകുതി കണ്ട് വ്യത്യാസം വരികയാണ്. ഇത് ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി കാര്യമാണ് സാർ പറയുന്നത്. ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ പോലും പകുതിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ കിലോ കണക്കിന് കൂടുമ്പോഴേക്കും അതെ നല്ല എമൗണ്ട് മാറും. പോസ്റ്റ് ഓഫീസ് വഴി 50 കിലോ വരെയൊക്കെ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 50 അല്ല, അതുപോലെ തന്നെ നമ്മൾ രാജ്യത്തിന് പുറത്തേക്കും അയക്കാൻ പറ്റുന്നുണ്ട് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ സജീവമാണ്. എല്ലാവരും അതാത് മേഖലയിലെ പോസ്റ്റ് ഓഫീസുകളുമായിട്ട് ബന്ധപ്പെടുക. അവർക്ക് ഇതിനുള്ള സൗകര്യങ്ങൾ തരാറുണ്ട്. ഇത്ര പൈസയുള്ളൂ. ഞാനിതിൻ്റെ ബില്ലിൻ്റെ ഇതെല്ലാം പകർപ്പ് ഞാനിപ്പോൾ ഇതോടൊപ്പം തരാം. സ്ഥാപനത്തിന്റെയും പോസ്റ്റ് ഓഫീസിന്റെയും നിരക്കുകൾ ഇപ്പൊ തരാം സാർ. ഇപ്പം ഞങ്ങളിവിടെ എന്താ നമ്മുടെ ഏലം അത് വീടുകളിലേക്ക് എത്തിക്കുന്ന ബിസിനസ് സാർ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ആ ഒരു ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴേക്കും സാറിനോട് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാനുമായിട്ട് ഷെയർ ചെയ്തത്. പക്ഷേ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു കാരണമുണ്ട്. നമ്മുടെ ചാനലിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഒരുപാട് തരത്തിലുള്ള ബിസിനസ്സിലേക്ക് വരാൻ ആഗ്രഹമുള്ള ഒരുപാട് പേർക്ക് വേണ്ടി ഞങ്ങൾ അതുപോലത്തെ വീഡിയോസ് പല കാറ്റഗറിയിലുള്ളത് എന്ന് പറഞ്ഞാൽ വസ്ത്ര ബിസിനസ് ആയാലും ഇല്ല എന്താ പ്രോഡക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിലും അങ്ങനെ ഒരുപാട് ടൈപ്പ് ബിസിനസ്സുകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് പുതുതായിട്ട് ബിസിനസ്സിലേക്ക് വരുന്നുണ്ട്. അവർക്ക് ഈ ഓൺലൈൻ സേവനങ്ങൾ ആശ്രയിച്ചേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സാധാരണ നമ്മളെല്ലാം ചെയ്യുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങളെ ആശ്രയിക്കാം. പക്ഷേ അതിനേക്കാളും സേഫായിട്ട് സാറിന് ഒരു മോശം അനുഭവം ഉണ്ടായപ്പോഴാണ് സാർ ഇതുപോലെ ഇതെല്ലാം അന്വേഷിച്ചപ്പോഴേക്കും പോസ്റ്റ് ഓഫീസ് വഴി അല്ലേ സാർ നല്ല എന്താ വിലക്കുറവിൽ നിങ്ങൾക്ക് എല്ലാ ബിസിനസ്സും ഓൺലൈൻ വഴി ചെയ്യുന്ന എല്ലാ ബിസിനസ്സും ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന്റെ എന്താ ശരിക്കും പറയുന്നത് സാറിന് അതിന്റെ അല്ലേ തെളിവ് ഉൾപ്പെടെ നമ്മുടെ കയ്യിലുണ്ട്. എല്ലാം കയ്യിലുണ്ട്. ഈ ബില്ലുകളെല്ലാം പരിശോധിച്ചോളൂ. ഇനിയുണ്ട് ധാരാളം ബില്ലുകൾ ഇരിപ്പുണ്ട്. അതെല്ലാം അവർ പ്രിന്റ് ചെയ്ത് തന്നെ തരുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ പോസ്റ്റ് ഓഫീസിനെ എന്താ ഉപയോഗിച്ച് നിങ്ങൾ എല്ലാ കാര്യങ്ങളും അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വിലക്കുറവിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ ഉറപ്പുവരുത്തുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടാവും. ചെയ്യുന്ന ബിസിനസ് ഏതാണെങ്കിലും ലാഭം നല്ല അയക്കുന്ന കാര്യത്തിൽ സെക്യൂരിറ്റി ഗവൺമെന്റ് സ്ഥാപനമല്ലേ, നമുക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്. മറ്റെന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആരോട് ചോദിക്കാനാ? ഒന്നുമില്ല. ഇതല്ല, ഓരോ ജില്ലാ തലത്തിലും അല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസർ ഉണ്ടാവും, അല്ലെങ്കിൽ ജില്ലാ തലത്തിൽ സൂപ്രണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ പോസ്റ്റ് മാസ്റ്റർ ജനറൽ തിരുവനന്തപുരം അദ്ദേഹത്തിൻ്റെ ഒരു ഏരിയ തന്നെയുണ്ട്.
എവിടെ വന്നു കഴിഞ്ഞാൽ മെയിലിൽ അയച്ചാൽ മതിയല്ലോ നമ്മള്. വളരെ ഈസി ആയിട്ട് നമുക്ക് തീരുമാനം ഉണ്ടാകും. ഞങ്ങൾ ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ കൂടുതൽ മോശം അനുഭവം സാറിനുണ്ടായിരുന്നു പറഞ്ഞാൽ നമ്മുടെ ഏലത്തട്ടകൾ അല്ലേ സാർ, ഏലത്തട്ടകൾ അയക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു പറഞ്ഞാൽ സാറ് നമ്മുടെ ഞള്ളാനി ഏലത്തിന്റെ ഏലത്തട്ടകൾ നിങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ എവിടേക്ക് ചോദിച്ചാൽ അയക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അയക്കുന്ന സമയത്ത് എന്താ ഒരുപാട് ഇത് ഡാമേജ് വരുത്തിയവര് അല്ലേ, അത് നല്ല വിഷമം ഉണ്ടായി. നല്ല പൈസ നമ്മുടെ പ്രൈവറ്റ് കൊറിയർ സർവീസിനെ കുറിച്ചാണ് പറയുന്നത്. അതെ, നമ്മുടെ ഇന്ന് ഒത്തിരി പൈസ നല്ലൊരു എമൗണ്ട് ഈടാക്കുകയും സമയബന്ധിതമായിട്ട് അവിടെ എത്തിക്കാതിരിക്കുന്ന സാഹചര്യവും, പിന്നെ തന്നെയല്ല രണ്ടാമത്തെ ഒരു കാര്യം ഏറ്റവും അത് ഞാൻ വിട്ടുപോയൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ നോക്കുന്നത്. അതായത് നമ്മളൊരു പ്രൈവറ്റ് കൊറിയറിൽ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഇപ്പം DTDC തന്നെ നമ്മൾ പറഞ്ഞു, ഇവിടുന്ന് അയക്കുന്ന ഒരു കൊറിയർ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ആളുകളോട് വിളിച്ചു പറയുക, അവരവിടെ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകേണ്ട സാഹചര്യമുണ്ട്. കൊറിയർ ഓഫീസിൽ വരികയാണ്. ഇതേ സമയത്ത് പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നത് കൃത്യമായും പോസ്റ്റ്മാൻമാർ നമ്മുടെ കത്ത് കൊണ്ടു തരുന്നത് പോലെ തന്നെ ഈ കൊറിയർ വീടുകളിൽ എത്തിച്ചു തരികയാണ്, വീടുകളിൽ എത്തിക്കുകയാണ്. അപ്പൊ അതാണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഞാനും പ്രൈവറ്റ് ഓഫീസിൽ പോയിട്ട് വീട്ടിലെത്തുന്നുണ്ട്, നേരെ വീട്ടിലെത്തിച്ചു തരും. അത് കൃത്യമായിട്ട് അത് 30 കിലോ 50 കിലോ വരെയുള്ള പാഴ്സലുകൾ എല്ലാം എത്തിക്കുന്നുണ്ട് അവര്. എല്ലാ പാഴ്സലുകളും ഒരു വീട്ടിലെത്തി, അതാണ് അവരുടെ ഡ്യൂട്ടി. അതാണ്. അപ്പൊ തീർച്ചയായിട്ടും അവർക്കും നല്ലതാണ്, പൊതുസമൂഹത്തിന് നല്ലതാണ്, കൈപ്പറ്റുന്ന കസ്റ്റമറിന് വീട്ടിൽ അല്ലേ. അതുപോലെ തന്നെ ഈ ഒരു സന്ദേശം നമ്മൾ പൊതുസമൂഹത്തിലൂടെ വ്യാപിപ്പിക്കുന്ന വഴി ഒരു ചെറിയ കാര്യം കൂടെ അവിടെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ കൊറിയർ സർവീസുകാർ പ്രത്യേകിച്ച് ഈ ഇത്തരത്തിൽ അന്യായമായിട്ടെന്ന് പറഞ്ഞ പോലെ ഒരുപാട് പണം കൈപ്പറ്റുന്ന DTDC പോലുള്ള കൊറിയർ സർവീസുകൾ അവർ ഒരു പുനഃപരിശോധന നടത്തണം. ഈ പാവപ്പെട്ട ആളുകൾ വരുമ്പോൾ അവരെല്ലാവരും വലിയ പണക്കാരൊന്നുമല്ല വരുന്നവർ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും വലിയൊരു തുക കൈപ്പറ്റാതെ ഒരു മാന്യമായ ഒരു ഫീസ് ഇട്ടുകൊണ്ട് അവർക്കൂടെ സർവീസ് നടത്താൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു തീരുമാനം നിങ്ങൾ ഇതിലൂടെ എടുക്കണമെന്നും കൂടെ ഒരു അഭ്യർത്ഥന എനിക്കുണ്ട്. എന്താ നമ്മൾ ആരുടെയും ശത്രുക്കളല്ല, എല്ലാവരും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഇത്രയും വലിയ ഇതിനൊക്കെ എന്നാ പറയുന്നത്, നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ കൊള്ളയടിക്കാതെ മീഡിയം തലത്തിൽ അവരും സ്ഥാപനമാണ്. നമുക്ക് സമാന്തര സ്ഥാപനങ്ങളെല്ലാം ആവശ്യമാണ്. പ്രൈവറ്റ് സെക്ടർ ആവശ്യമാണ്, ഗവൺമെന്റ് സെക്ടർ ആവശ്യമാണ്. ഇത് രണ്ടും തമ്മിൽ ഏകോപിപ്പിച്ച് പോകുമ്പോൾ അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ കാണുക. ഒരു മേഖലയും ചൂഷണത്തിന് വിധേയമാകാതിരിക്കുക. നമുക്ക് ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പം ഈ പറഞ്ഞ റേറ്റ് ഇത് 80 രൂപയുടെ സ്ഥാനത്ത് നമ്മൾ ഇവർ 42 മേടിക്കുമ്പോൾ ഒരു 52 അല്ല 60 എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ചിലപ്പോൾ അതിനകത്ത് വലിയ പെയിൻ വരികയല്ല. വേണ്ട 52 പറഞ്ഞാൽ പോലും ചിലപ്പോൾ നമ്മൾ കൊടുത്തിട്ട് പോകും. ഇതല്ല, ഏറെ ഇരട്ടിക്ക് 80 രൂപ എന്ന് പറയുമ്പോഴത്തേക്കും പല സർക്കാർ ഓഫീസുകളും കയറി ചെല്ലുമ്പോൾ അവർക്കുണ്ടാകുന്ന തിക്താനുഭവങ്ങൾ പിന്നെ തിരിച്ച് അങ്ങോട്ട് ചെല്ലാതിരിക്കാനുള്ള മാർഗങ്ങളായി മാറും. ഇതല്ല, നമുക്ക് എല്ലാവരും അങ്ങനെയല്ല. നല്ല ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്, മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരെ നമ്മൾ അങ്ങനെ തന്നെ നേരിടണം. അങ്ങനെ തന്നെ നേരിടണം, ആ രീതിയിൽ തന്നെ. അല്ലാത്തവരോട് നമ്മൾ അങ്ങനെ തന്നെ കാണുക. തീർച്ചയായിട്ടും പോസ്റ്റ് ഓഫീസിലേക്ക് എല്ലാവരും ഒന്ന് ചെന്ന് നോക്ക് അല്ലേ. എന്തായാലും നിങ്ങളൊന്ന് ഒരു തവണ കൂടി ഒന്ന് മാറി ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ എനിക്കും പോസ്റ്റ് ഓഫീസ് വഴി അയക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ സാർ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ മുൻപ് അയക്കുന്നതൊക്കെ ഇതുപോലെ സ്വകാര്യ സ്ഥാപനങ്ങൾ വഴിയാണ് അയക്കാറ്. ഞാൻ ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് എന്ന് പറഞ്ഞാൽ സാറ് സ്റ്റാർട്ട് ചെയ്തു, നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നുണ്ട്. അപ്പോൾ സാറിന് എന്തായാലും നല്ല അനുഭവമാണ്. നിങ്ങൾക്ക് പിന്നെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഗവൺമെന്റ് സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലേ. കംപ്ലൈന്റ് ചെയ്യാനുള്ളത് അല്ലേ, എല്ലാ കാര്യങ്ങളും അവർ ഒരുക്കി തരുന്നുണ്ട്. നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് ആദ്യം ഒന്ന് അയച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്ര രൂപയാണ് അധികം നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ഒരു തവണ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അല്ലേ സാർ. അതായത് കൊറിയർ അയക്കുന്നവർക്ക് ആയിരക്കണക്കിന് രൂപയുടെ ലാഭമാണ് ഓരോ ദിവസവും ഉണ്ട്. ഇതുപോലെ ഇപ്പൊ തുണിത്തരങ്ങൾ പോകേണ്ട പാക്കറ്റാണ്. എത്ര രൂപ ലാഭം വരും അല്ലേ? ഇതൊന്ന് ചുമ്മാ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരു ദിവസം ഇതെല്ലാം നമ്മൾ ഒന്നെങ്കിൽ കസ്റ്റമറുടെ നിന്ന് ഈടാക്കണം. അത് കൊറിയർ ചാർജ് നമ്മൾ പറയുന്നുണ്ടല്ലോ, എക്സ്ട്രാ നമ്മൾ വാങ്ങുന്നുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും വിഷമം വരേണ്ട കാര്യമില്ല, വാങ്ങുന്ന കസ്റ്റമർക്ക്. അതെ. നമ്മളിപ്പോ ഇതിന്റെ വില ഇട്ടിട്ട് പ്ലസ് കൊറിയർ ചാർജ് തരണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ ആ കൊറിയർ ചാർജ് പബ്ലിക്കാണ് തരുന്നത്. അപ്പോൾ പബ്ലിക്കിന്റെ നമ്മളിത് വാങ്ങിച്ച് ഇവർക്ക് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് തെറ്റല്ലേ? ഇങ്ങനൊരു സാഹചര്യം ഉള്ളപ്പോൾ നമ്മൾ ഇവരോട് വാങ്ങിച്ച് ഇത്രയും കൂടുതൽ അവിടെ കൊടുക്കുകയും അപ്പുറത്ത് ഇങ്ങനൊരു വഴി ഉള്ളപ്പോൾ നമ്മൾ എന്തിനകത്ത് ദുരുപയോഗം ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് ഒന്ന് വയ്ക്കുന്നത്. പിന്നെ നിങ്ങൾ തീരുമാനിക്കുക. ഈ ഒരു കാര്യം വിളിച്ചു പറഞ്ഞതിനെ കൊണ്ട് ഏതൊക്കെ തരത്തില് ഭീഷണി വരുമെന്നൊന്നും അറിയില്ല. എന്നാലും ഞാൻ പൊതുപ്രവർത്തനം എന്നാലും ഇത് ന്യായമായ ഒരു കാര്യമാണ്, നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങളത് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും
ഇപ്പൊ ഈ പറഞ്ഞ വാക്കങ്ങ് മറന്നേരെ, കാരണം ഭീഷണിക്കൊന്നും വഴങ്ങുന്ന ആളല്ലേ ഞാൻ. എനിക്കറിയാം, നേരത്തെ എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരു പൊതുപ്രവർത്തന നിലയില് ഇത് നാട്ടിലേക്ക് ഇത് ഈ മെസ്സേജ് എത്തിക്കുക എന്നുള്ളത് എൻ്റെ കടമയായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തില് ലോകത്തിലാരെയും പേടിക്കേണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, എന്ത് കാര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അത് പൊതുസമൂഹത്തോട് വിളിച്ചു പറയാൻ വേണ്ടി ഞങ്ങൾ യാതൊരു മടിയില്ല. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് വ്യത്യാസം മനസ്സിലാക്കും. കാരണം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പാക്കറ്റിൽ പോലും ഇത്ര രൂപ വ്യത്യാസം വരുന്നുണ്ട്. നിങ്ങൾക്ക് അയക്കുന്ന കസ്റ്റമേഴ്സിന് അധിക ഓൺലൈൻ ചാർജ് ഈടാക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വളർത്താൻ വേണ്ടി അല്ലേ സാധിക്കും. ബിസിനസ് തന്നെയല്ലേ, പബ്ലിക്കിന് ഗുണമല്ലേ അത്. ഗവൺമെന്റ് തരുന്ന ഒരു സേവനം, ആ സേവനം പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ അവകാശം കൂടെയാണ്, നമ്മുടെ റൈറ്റാണ്. ആ ഒരു മേഖല ദിനംപ്രതി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥാപനങ്ങൾ ഇല്ലാതായി പോകുന്നു. നമ്മുടെ സ്റ്റേറ്റിന്റെ നോക്കിയാലും സെൻട്രലിന്റെ നോക്കിയാലും ഇന്ന് ഇല്ലാതായി. പക്ഷെ അതിനെ നിലനിർത്തേണ്ട ബാധ്യതകൾ നമുക്കുണ്ട്.